ഇന്ന് ഞാൻ സണ്ണി അണ്ണൻ്റെ ഒരു ഗംഭീര പടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സണ്ണി അണ്ണൻ ഈ പടത്തിലെ പവർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ ട്രക്കൊക്കെ പിടിച്ചു നിർത്തും മൂപ്പര്. പിന്നെ അതും പോരാണ്ട് മൂപ്പര് ആത്മഹത്യ ചെയ്യാനായിട്ട് ബിൽഡിംഗ് മേന്ന് ചാടുന്നാളെ താഴെ വന്ന് പിടിക്കും. ട്രക്ക് ഒരു കൈ കൊണ്ട് എടുത്തിട്ട് പൊക്കും. മൂപ്പരുടെ പരിപാടി എന്നിട്ടാന്ന് വെച്ചാൽ UK ഓടി നടന്ന ആൾക്കാരെ രക്ഷിക്കുക. അതാണ് മൂപ്പരുടെ പരിപാടി. ഒരു ദിവസം പബ്ബിൽ ഒരു മച്ചാനെ കൊല്ലാനായിട്ട് ഒരു ഡോൺ വരും. ഡോൺ നമ്മുടെ ഡോൺ അണ്ണൻ ആ പബ്ബിൽ പോയിട്ട് ഒരാളെ ഷൂട്ട് ചെയ്യാനായിട്ട് തോക്ക് പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സണ്ണി അണ്ണൻ വന്നിട്ട് ആ തോക്ക് പിടിച്ചിട്ട് അറ്റ തിരിച്ച് അങ്ങനെ മടക്കി ഒടിക്കും ഗൈസ്. പിന്നെ മൂപ്പര് ഓളിയിടും. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ പറന്നു പോകും ഗൈസ്. പവർ പിന്നെ ഒരുത്തൻ നമ്മുടെ സണ്ണി അണ്ണന്റെ ബോൾസിൽ ചവിട്ടും. പക്ഷെ സണ്ണി അണ്ണനൊന്നും പറ്റില്ല. എന്തുകൊണ്ട്? സണ്ണി അണ്ണന്റെ ഈ പവർ കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഞെട്ടും ഗൈസ്. നമ്മുടെ പേര് രശീദ്. അങ്ങോട്ട് ബാ, ഇക്ക പൊറോട്ട ഇറച്ചിയും മേടിച്ചരാ. നമുക്ക് അധികം ചിലവൊന്നുമില്ല ഉള്ളേ. പിന്നെ നമ്മുടെ സണ്ണി അണ്ണന് ഒരു അനിയനുണ്ട്, ബോബി അണ്ണൻ. ഒരു ദിവസം ഒരു പെണ്ണിനെ ഒരാൾ ശല്യം ചെയ്യാൻ പോണ്. അപ്പന്നെ നമ്മുടെ ബോബി അണ്ണൻ വരും. ബോബി അണ്ണൻ വന്നിട്ട് ആ പെണ്ണിനെ അങ്ങ് രക്ഷിക്കും. അപ്പന്നെ ആ പെണ്ണിന് ക്രഷ് ആവും. പിന്നെ അവര് വൈബ് ചെയ്യും. പൊന്നാണിത് 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 ഒരു കയ്യിലും നിൽക്കാതിതാ ചാഞ്ചാടുന്നേ. ഞാൻ തേടിയത് നിന്നെയാ, നീ തേടിയത് എന്നെയാ. ബോബി അണ്ണന് ക്രഷായ പെണ്ണ് അന്ന് നമ്മുടെ സണ്ണി അണ്ണൻ പബ്ബിൽ പോയിട്ട് രക്ഷിച്ചില്ലേ, ആളുടെ മോളാ. ആൾക്ക് 2 മക്കളുണ്ട്. പിന്നെ ഇവര് വീട്ടുകാരൊക്കെ തമ്മിൽ സംസാരിച്ച് സെറ്റായിട്ട് ഇവര് UK പോയിട്ട് കല്യാണം നടത്താനായിട്ട് പോവും. മൊഞ്ചത്തി പെണ്ണേ, ഈ അവിടെ നിക്കന്ന് ഞമ്മളൊന്ന് കണ്ടോട്ടെ. ഈ ഹാഫ് സാരിയിൽ അന്നെ കാണാൻ എന്ത് മൊഞ്ചാണെന്നറിയോ? എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരി. പിന്നെ ബോബി അണ്ണന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവര് പബ്ബിൽ പോയിട്ട് എല്ലാവരും കൂടി ചില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോൺ വന്നിട്ട് അറ്റാക്ക് ചെയ്യും വരെ. ഈ പ്രാവശ്യം അവര് നിഞ്ചക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സണ്ണി അണ്ണൻ എന്ത് നിഞ്ച, അവരൊക്കെ എടുത്തെറിയണ കണ്ടിട്ട് നമ്മുടെ ബോബി അണ്ണൻ കെട്ടിയ പെണ്ണിന്റെ അനിയത്തിക്ക് നമ്മുടെ സണ്ണി അണ്ണനോട് ക്രഷ് തോന്നും. നീ നാണിക്കാതെ വാടി പൊന്നേ, അനുരാഗം തോന്നി പെണ്ണെ, നാണിക്കാതെ വാടി പൊന്നെ, കനകം വിളയും നിന്നെ തൊട്ടാൽ കുറുവാലി പെണ്ണേ. പിന്നെ നമ്മുടെ ബോബി അണ്ണന്റെ ഗേൾ ഫ്രണ്ടിന് ഒരു പെറ്റുണ്ട്. ഒരു ഒറാങ്ങുട്ടൻ. അതിൻ്റെ ഒക്കെ വെറുപ്പിക്കലെന്ന് പറഞ്ഞ എൻ്റെ പൊന്നുമോനെ, അയ്യോ ഒന്നും പറയാൻ വയ്യ, അത്രയ്ക്ക് വെറുപ്പിക്കലാണ്. പിന്നെ ഒരു ദിവസം നമ്മുടെ ഡോൺ അണ്ണൻ ബോബി അണ്ണനെയും അവരുടെ ഫാമിലിനെയും കിഡ്നാപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ സണ്ണി അണ്ണൻ അങ്ങോട്ട് കാർ എടുത്തങ്ങ് വരും. എന്നിട്ട് മൂപ്പര് വാ തുറന്ന് ഒച്ച ഉണ്ടാക്കും. അപ്പൊ അവിടെയുള്ളവരൊക്കെ പറന്നു പോവും ഗൈസ്. നമ്മളിതിലില്ല, കണ്ടാ മതി. പിന്നെ നമ്മുടെ സണ്ണി അണ്ണനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സുമോ ഗുസ്തിക്കാര് നമ്മുടെ ഡോൺ അണ്ണൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ സണ്ണി അണ്ണൻ എന്ത് സുമോ ഗുസ്തിക്കാര്, നമ്മുടെ സണ്ണി അണ്ണൻ ചാടി എണീറ്റ് അവരുടെ തോളത്തെ കൂടെ കൊന്ന്. പിന്നെ നമ്മുടെ സണ്ണി അണ്ണനും ബോബി അണ്ണനും നൈസായിട്ട് കല്യാണമൊക്കെ കഴിച്ച് നൈസായിട്ട് വൈബ് ചെയ്തിട്ട് UK അങ്ങനെ സെറ്റിലായിട്ട് അങ്ങനെ പടം കഴിഞ്ഞ്